ഉരുണ്ടിട്ടിരിക്കുന്നതാ. ചാച്ചാന്ന് വെച്ചാൽ അടി ഉരുണ്ടിട്ട് മേലോട്ട് നീണ്ടിട്ടും അത് ഒരു കോൺഫിഡൻസ് എല്ലാരും വിചാരിച്ച് അത് ശരിക്കും മറ്റേ അവര് വിളിച്ചിട്ട് പോയത് പത്തനംതിട്ട പോയിട്ട് മഴ പെയ്തപ്പോ അവിടെ കയറി. ചാച്ചനും കൊള്ളാം, സാറയും കൊള്ളാം കേട്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത്, അതായത് ഒരു 10-21 ദിവസം മുമ്പ് ഈ പറയുന്ന സാറയുടെയും ചാച്ചന്റെയും സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയല്ലോ, ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവരൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പോർഷൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചത്. ഫസ്റ്റ് ടൈം ഞാൻ ഈ പറയുന്ന ഹോസ്പിറ്റൽ കേസിന്റെ ഒക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചാച്ചൻ ഒരു വാഴ വെട്ടാൻ പോയതാ, പിന്നെ ചാച്ചനെ കിടത്തിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അതൊക്കെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, നമ്മുടെയൊക്കെ വീട്ടുകാരാണെങ്കിൽ ആ സമയത്ത് എന്താ പറയാ, അലറിക്കൂവുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ പുള്ളിക്കാരി അല്ലാതെ ഹാൻഡിൽ ചെയ്ത് പിന്നെ അവസാനം പിന്നെ ചാച്ചൻ്റെ കൂടെ ഫുഡ്, ചാച്ചന് വേണ്ടി നോക്കാനൊക്കെ പുള്ളിക്കാരിയാ ഫുഡിന്റെ ഒരു വീഡിയോ എടുത്തു. എൻ്റെ പൊന്നോ, ഞാൻ ചിരിച്ച് ഒരു പരുപോയി. നമുക്ക് ഈ ഡിപ്രഷനൊക്കെ ഡിപ്രഷനൊക്കെ വരുന്നവരെ ഇവരെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. നമുക്ക് ഒരു 3 മിനിറ്റ് ഉണ്ടെങ്കിലും ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്റർവ്യൂ ഞാനൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. രസകരമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ അവസാനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഇടയ്ക്ക് ഈ പുള്ളിക്കാരുടെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ചില അവന്മാർ വന്നിട്ട് എന്നുള്ള രീതിയിലെ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരി വന്നിട്ടൊരു വെല്ലുവിളി നടത്തിയായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കുക. ലൈക്ക് അടിച്ച് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്ത് നമുക്ക് വീഡിയോ കാണാം. ഫേസ്ബുക്കിൽ എല്ലാ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തു. യൂട്യൂബിലാണ് ഈ സംഭവം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബറും കൂടെ ചെയ്തേക്കുക. എന്തായാലും നമുക്ക് വെല്ലുവിളി കാണാം. തുടങ്ങും സാറാ. ഈ വീഡിയോസിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഞാനും ഒന്നുന്ന ചോറ് തന്നെയാടേ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് ഒരുത്തൻ തന്നെ ഈ ID പലതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ തന്നെ പോസിറ്റീവായിട്ടും പറയുന്നു, നെഗറ്റീവായിട്ടും പറയുന്നു. പക്ഷെ എന്റെ വിഷയം അതൊന്നുമല്ല. ഇത് ഇട്ടതാണെങ്കിലും പെണ്ണാണെങ്കിലും 30 ദിവസം, അതായത് 1 മാസം ഞാൻ സമയം തരും. ഇതിനുള്ളിൽ ഈ ഇട്ടിരിക്കുന്ന കമന്റുകൾ ഡിലീറ്റ് ആയിട്ടില്ല എങ്കിൽ സാധാരണ ഒരു പെണ്ണ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി പറയുന്ന പോലെയോ ഇത് കണക്ക് ചെയ്യരുത്. ഞാൻ എവിടാണോ അവിടെ വന്ന് തൂക്കിയിരിക്കും. തൂക്കാന്ന് പറഞ്ഞത് ഞാൻ മാസടിക്കുമല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതിനൊരു എല്ലാത്തിനും ഒരു മര്യാദ വേണോടാ. ഈ വെടി എന്ന് പറയുന്ന വാക്ക് ഒരു ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഞാനൊരു കല്യാണം കൂടെ കഴിഞ്ഞൊരു പെൺകൊച്ച. എനിക്കിപ്പോൾ 22 വയസ്സ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസം കൂട്ടിക്കും. കല്യാണത്തിന് മുന്നേ ഒരു 2 വർഷം ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ലിവിങ്ങിലായിരുന്നു. ഇതിന് മുമ്പ് ഒരു 3 വർഷം ഞാൻ ECRൽ പഠിക്കുമായിരുന്നു കോളേജിൽ. അതിന് ബാക്കിലോട്ട് 2 വർഷം. കാരണം എൻ്റെ +2 കാലഘട്ടം, 1 തൊട്ട് +2 വരെയുള്ള കാലഘട്ടം ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയമാണ്. ആകെപ്പാടെ എനിക്ക് 22 വർഷം. കണക്ക് കൂട്ടി വരുമ്പോൾ കണക്കുകൾ ശരിയാവുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാൻ നീ പറഞ്ഞ കാര്യത്തിന് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മര്യാദയ്ക്ക് കഞ്ഞിയും കറിയും കളിച്ചു പോലും എനിക്ക് ഇതുവരെ സമയം മതിയിട്ടില്ല. അപ്പോഴാണോ എൻ്റെ നമ്മുടെ ഓക്കെ. ഈ ഒരു വീഡിയോ ആ സമയത്ത് അത്യാവശ്യം വൈറലും കാര്യങ്ങളുമായിരുന്നു. ഈ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ചിലവർ ബ്ലോക്ക് ചെയ്തിട്ട് പോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ആയത് നല്ലവണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇന്റർവ്യൂലോട്ടൊക്കെ ഒന്ന് പോവാം. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാരും വിചാരിച്ച് അത് ശരിക്കും മറ്റേ അവര് വിളിച്ചിട്ട് പോയത് ഈ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ച കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അത് നല്ല അടിപൊളി രസകരമായിട്ടുള്ളൊരു കാര്യം. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഒരു മഴ വന്നപ്പോ വന്ന് കേറിയ പറച്ചിലൊക്കെ ഒന്ന് കേൾക്കണം. മഴ പെയ്തപ്പോ അവിടെ കേറിയത് ശരിക്കും മഴ പെയ്യുമ്പോ നമുക്കൊരു വിശപ്പില്ലേ? എനിക്ക് കുളിച്ച് കഴിയുമ്പോ എനിക്ക് ഫുൾ ടൈം വിശപ്പാ ഇപ്പം. സീരിയസ്ലി എനിക്ക് കട്ടൻ ചായ അല്ല, എനിക്ക് എന്തായാലും വയറ് കുടിക്കാൻ തോന്നും. പക്ഷെ അപ്പൊ ഞാൻ നല്ല മഴയായിരുന്നു. അപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സൈഡിലല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കഴിക്കാനാണ് എന്റെ അത്ര പൈസ ഇല്ല. ഞാൻ വരുന്നിടത്തെല്ലാം ഇങ്ങനെ കഴിച്ച് വരുന്നോണ്ട് ചാച്ചന് അത്ര പൈസ എന്റെ തരത്തില്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് സീരിയസ്ലി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കുറെ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്ന സെക്യൂരിറ്റി നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വെച്ചത് പെരുന്നാളെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അകത്തോട്ടങ്ങ് കയറി. അതോടെ വരുമ്പോ മനസ്സിലായി കല്യാണമാണ്. ഞാനങ്ങ് കയറി. എനിക്ക് വിളിച്ച കല്യാണത്തിന് പോലും ഞാനിങ്ങനെ ചിന്തിക്കും. സത്യം, പണ്ടൊക്കെ ഒരുങ്ങിക്കെട്ടി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം തൊട്ടടുത്ത കല്യാണത്തിന് പോലും ഞാൻ പോകാറില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞായിരുന്നു, നമുക്കൊരു മടിയാണത്. ഇവിടെ ഞാനോട് ചോദിച്ചു എങ്ങനെയാണ്, കാരണം നമുക്ക് ഓരോരുത്തർ ഫേസ് ചെയ്യുമ്പോൾ
ഇത് ആരാന്ന് അറിയത്തില്ല. ഇങ്ങനെ നോക്കുമ്പോ അവര് ചോദിക്കുക ആരാന്ന് വെച്ചാൽ ഇവളെന്തോ പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെ എന്റെ അടുത്ത് വരുമ്പോ ആരെങ്കിലും ചോദിക്കണോ ചെറുക്കന്റെ പേര് പറയണോ പെണ്ണിന്റെ പേര് പറയണോ, അവിടെയാണ് ചെറുക്കന്റെ പെണ്ണിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞാനിങ്ങനെ അപ്പുറത്തിപ്പുറത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും പെണ്ണിന്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ ചെറുക്കന്റെ എന്തെങ്കിലും. കല്യാണം നടന്ന ചെറുക്കം എന്റെ കമന്റ് ബോക്സിൽ അവരുടെ എന്തോ പരിപാടിയായിരുന്നു, അവരുടെ പരിപാടിയായിരുന്നു. പിന്നെ അവരും മെസ്സേജ് അയച്ച് അവിടെ മൊത്തം ഫേമസ് ആയി, ആ കല്യാണം അങ്ങ് ഫേമസ് ആയിപ്പോയി അല്ലേ. വിചാരിക്കും ഇതൊരു കോണ്ടന്റിന് വേണ്ടിയായിരിക്കും അത്ര വിശപ്പില്ല. ശരിക്കും സാറേക്ക് ഇത്രയും വിശപ്പുണ്ടോ? സീരിയസ്ലി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ കിട്ടി, ഇപ്പൊ എവിടെയെങ്കിലും പോയി നല്ല ആഹാരമൊക്കെ കഴിക്കാൻ കിട്ടും, അത് മൊത്തമായിട്ട് കഴിക്കാൻ പറ്റില്ല. രാത്രി എനിക്ക് കിടക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷനാണ്. അതെനിക്ക് എല്ലാവർക്കും അങ്ങനെ. അയ്യോ ഡിപ്രഷൻ. അപ്പോഴാണ് ഞാനില്ല മറ്റേ വ്ളോഗിന്റെ കാര്യം ഓർത്തത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് നേരത്തെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ എടുത്തുകൊണ്ട് വരാമെന്ന് കരുതി ഞാൻ ആ ഒരു വീഡിയോ പോയി ഇൻസ്റ്റയിൽ നിന്ന് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടെ കൂട്ടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. അത് പുള്ളിക്കാരി പ്രസന്റ് ചെയ്യുന്ന രീതികളും ഈ ഹസ്ബൻഡ് ഈ ചാച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കിടക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അച്ഛൻ ആക്സിഡന്റ് ആയപ്പോൾ എന്റെ ആഹാരം കഴിപ്പ് മുട്ടി പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചന്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ നിന്ന് ഒരു പ്ലേറ്റ് എന്തിനാ നിന്നതെന്ന് ഇപ്പം മനസ്സിലാവും. ചോറ് കഴിച്ച് ആ ദിവസം ഒന്ന് തുടങ്ങി. തിരക്കേടില്ലാത്ത കൂട്ടാനുള്ളതുകൊണ്ടായിരുന്നു നല്ലൊരു പിടി പിടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ചൊരു വിശ്രമിക്കാനുണ്ട്. പക്ഷേ എന്നിട്ട് വിശപ്പ് വാങ്ങാത്തോണ്ട് നേരെ ചെന്നപ്പോ കാക്കിലെ മുന്തിരി ഇരിക്കുന്നുണ്ട്. അതിലൊരു 10 ഗ്രാം അവന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി 10 ഗ്രാം അവന് കൊടുത്തെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച്. പുള്ളിക്കാരൻ ഒരു കോമഡിയാ. മുന്തിരി തീരുന്നതോറും എന്റെ വിശപ്പ് കൂടി വരുന്നോണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങി. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്നാലും ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മുട്ടപ്പഴമൊക്കെ ഇപ്പോഴും ഉണ്ടോ ഈ കാലം? ഞാൻ പണ്ടങ്ങാണ്ട് കഴിച്ചൊരു സംഭവം. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിലൊക്കെ ഇത് എവിടെ കാണുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ അത്രയും കൂടെ നല്ലതായിരിക്കും. കുറച്ച് വർഷം നോക്കി അതും എടുത്ത് അതിനകത്ത് ഒരു പുഴുവും കിട്ടി. ഇടയ്ക്ക് രാജന്റെ ട്രിപ്പ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ എന്നിട്ട് ഒന്നും ആയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ പിന്നെ എനേറ്റിന്റെ ബ്രെഡും ജാമുണ്ടോ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കഴിക്കാം. അപ്പം വയറിനും മനസ്സിൽ കുറച്ച് ശമനം തോന്നി. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിലുണ്ടായിരുന്ന ജാമ് ചാച്ചന്റെ വയറ്റിൽ തള്ളിക്കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്നു ഉറങ്ങി. ശേഷം സ്പൂൺ കഴുകാതെ അങ്ങനെയൊക്കെ കിടന്നുറങ്ങി. ഓക്കെ, ഒരു 7 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റപ്പോൾ പിന്നെയും കഴിച്ചു. അപ്പോഴാണ് ഓർത്ത് അമ്മ ചാച്ചന് കൊടുക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ആപ്പിൾ അവനോട് ബാക്കിയല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് ഞാനങ്ങ് കഴിച്ചു. ബാക്കി ഇതിപ്പോ സ്ക്രിപ്റ്റ് ആയിരിക്കാം, പക്ഷെ നമുക്കൊരു സത്യം പറയാലോ, ഒരു സമാധാനമാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഓരോ വീഡിയോസും നമ്മളിരുന്ന് കാണാൻ തോന്നും. റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്. എനിക്ക് അങ്ങനെ തോന്നാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ഞാനിരുന്ന് കാണും ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ. എനിക്ക് ബാക്കി കൂടെ വെച്ച് തരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് തരാം. അവരുടെ അക്കൗണ്ട് പോയി ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ യൂട്യൂബിലും അത്യാവശ്യം നല്ല സെറ്റ്. എനിക്ക് തോന്നി ഞാൻ ആ ചെയ്ത സമയത്ത് അങ്ങോട്ട് 40,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. 40,000 20,000 ആണെന്നത്. ഇപ്പം എങ്ങനെ ഇപ്പോൾ 1 lakh കഴിഞ്ഞാണുമായിരിക്കും. അങ്ങനെ അവന് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിയിലൊക്കെ ഇറങ്ങി കറങ്ങി ഇങ്ങനെ നടന്നു. കഴിച്ചെല്ലാം ധരിക്കാൻ വേണ്ടി വരാതെ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് റൂമിൻ്റെ അകത്ത് വേറൊരു സാധനം ഇരിക്കുന്നതാരും ഞാൻ ഓർത്തത്. അതെടുത്ത് വരാതെ വന്ന ആരെ ശ്രദ്ധ പറ്റുന്നത് മനസ്സിലായപ്പോൾ കുറച്ചേരി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പേഷ്യൻസിനെ ബെസ്റ്റാൻഡറിനൊക്കെ നോക്കി കഴിച്ചും കുറച്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇറങ്ങിപ്പോകാൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം അതിൻ്റെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചൻ്റെ കുറേ റെസിപ്റ്റും മരുന്നും എക്സ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ മനുഷ്യന്മാർ കിടക്കുന്നിടത്ത് ഓറഞ്ച് എടുക്കുന്നു. അവിടെ നിന്ന് അതും എടുത്ത് നേരെ റൂമിൽ പോയി മണപ്പിച്ച് നോക്കി. വ്യാജനല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു വിളിക്കുന്നു. കണ്ണിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തെണ്ണി നോക്കിയപ്പോൾ 8 എണ്ണമാണ് എൻ്റെ അളവിൽ. അപ്പം ഞാൻ എക്സ്ട്രാ വന്നാൽ കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് നോക്കിയപ്പോൾ 8 എണ്ണം തന്നെ. അപ്പൊ അതിൽ നേരെ ആദ്യം ഒരെണ്ണം എടുത്ത് ചാച്ചന്റെ വായിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. പുളി ഉണ്ടായിരുന്നു, എനിക്കത് വെച്ചില്ലെങ്കിൽ ചാച്ചനൊന്നും പറ്റത്തില്ല. പിന്നെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ നാട് ഉപ്പ് ബിസ്ക്കറ്റ് ഇരിക്കുന്നത്. അതിന് ഒന്നോട്ട് വെച്ചിട്ട് ബാക്കി വന്നാൽ ഞാൻ ചാച്ചന് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതുപോലൊരു ഗതികെട്ട ഒരു ചാച്ചൻ. പക്ഷെ രണ്ടുപേരുടെയും ലൈഫ് ഹാപ്പിയാണെന്ന് തോന്നുന്നില്ല. ഹാപ്പിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റില്ല ഒരാൾക്ക്. മനസ്സിൽ വെച്ചുകൊണ്ട് ആർക്കും ഒരു വീഡിയോസോ കാര്യങ്ങളോ ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഇങ്ങനെ അപൂർവമായിട്ട് വരുന്നൊരു സംഭവമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ പിന്നെ അറിയാലോ, നമ്മൾ വായി തോന്നി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ നാളെ ഒരു പരിപാടിക്ക് പോയില്ല, കല്യാണത്തിന്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കും, നാളെ എന്നോട് ചോദിക്കും എന്തുമായിരിക്കും ഫുഡ് അവിടെ എന്നൊക്കെ. ആ ടെൻഷനാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എന്തോ ഡ്രസ് എന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും, ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ, അവൻ അവിടെ ഉണ്ടോ, മറ്റവനുണ്ടോ, മറിച്ചവനുണ്ടോ, തൊല്ലയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയിരിക്കും. എനിക്കിപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഭയങ്കര ഇതാണ്, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവനിരുന്ന് ഒരു ഫോൺ എടുത്ത് വെച്ചിട്ടിരുന്ന് കുറ്റം പറയുമ്പോൾ എന്നുള്ള രീതിയിലാണ്. എനിക്ക് എന്താ അറിയാം, ഇപ്പം എന്തോ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. രാത്രി ഫുൾ എന്തായിരിക്കും ഫുഡ്, എല്ലാ ചാച്ചൊന്ന് വിളിച്ചു ചോദിക്കാവോ എന്താ ഫുഡ്, അങ്ങനത്തെ ടെൻഷനൊക്കെയാ. പിന്നെ ഞാൻ കുളിക്കാൻ നേരം ഇപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഇൻ കേസ് എനിക്ക് ആ ഫുഡ് തീർക്കാൻ പറ്റില്ല, കുളിക്കാൻ നേരം ഞാൻ ഇങ്ങനെ നിന്ന് കരയും.
യോ ഞാൻ അതെന്താ കഴിക്കാഞ്ഞ്, എന്നാലും ഞാൻ എന്താ കഴിക്കാൻ. ഈ നമ്മുടെ ഈ ഷവറിന്റെ അവിടെ നമ്മുടെ ഫേസ് കാണത്തില്ലേ, അപ്പൊ ഞാൻ ഒരു ദിവസം കുളിക്കും, എവിടെയോ പരിപാടിക്ക് പോയിട്ട് വന്നപ്പോ വീട്ടിൽ തന്നെ അപ്പൊ ഫേസ് ഇങ്ങനെ കാണാലോ ഷവറിൽ. അപ്പൊ ഞാൻ ഓൺ ആക്കിയ കാര്യം മറന്നുപോയി. ഇപ്പൊ ഞാനിങ്ങനെ താഴെ നിന്ന് കരയുക. അപ്പൊ എന്റെ ഫേസ് കാണാൻ വേണ്ടി നേരെ മേളിലോട്ട് അങ്ങ് നോക്കിയപ്പോ വെള്ളം വന്ന് കണ്ണെ തന്നെ അടിച്ചു. ഷവർ ഓൺ ആണല്ലോ, വ്യത്യാസം ഫുള്ള് കണ്ണിങ്ങനെ ചുമന്നും കിടക്കും. അത്ര എനിക്ക് ഇതാ വിഷമോ എനിക്ക്. ഇവളിനി അഭിനയിക്കുവാണോ? എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ചിലപ്പോ സത്യമായിരിക്കും, ചില പിള്ളേർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്റെ ദൈവമേ. ആൾക്കാരില്ല. ഞങ്ങൾ ശരിക്കും 3 പേരാ. അതില് എന്റെ ചേച്ചി ഭയങ്കര പഠിപ്പിസ്റ്റാ. അപ്പൊ അവള് സ്കൂളിലൊക്കെ ഇങ്ങനെ ലീഡറൊക്കെ ആയിട്ട് ഇങ്ങനെ വരാന്തി കൂടെ പോകുമ്പോ എന്നെ ടീച്ചർ എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെ പിടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തും. അപ്പൊ ഇവളിങ്ങനെ പോകുമ്പോ ഞാൻ ഇവളെ ഇങ്ങനെ നോക്കും. അപ്പൊ ഇവളിങ്ങനെ വീട്ടിൽ വന്നിട്ട് കാണിച്ച് തരാടി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ പപ്പ വൈകിട്ടാകുമ്പോ ഞങ്ങളെ 3 പേരെ ഇങ്ങനെ ഇരുത്തും, എന്തൊക്കെയാ ഇന്നത്തെ ദിവസം നടന്നേന്ന്. അപ്പൊ ഇവളിങ്ങനെ പപ്പ എടുത്ത് പറയും, ഇവിടുന്ന് മാറ്റുന്നുണ്ട്. എനിക്ക് നാണക്കേടാ, സ്കൂളിലാണെങ്കിൽ എനിക്കാണെങ്കിൽ നാണക്കേട് കൊണ്ട് നടക്കും. 6 സ്കൂള് മാറ്റിയ വ്യക്തിയാട്ടോ, 1 2 6 സ്കൂള്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അപ്പൊ ഇവിടെ 22 വയസ്സിൽ ഇവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി കാണുമെന്നുള്ള രീതിയിലാണ്. പറ്റത്തില്ല അങ്ങനെ. ഞാൻ ഭയങ്കര എത്ര സ്കൂൾ മാറിയിട്ടുണ്ട്? ഞാൻ 6 സ്കൂൾ മാറിയിട്ടുണ്ട്. സീരിയസ്ലി എനിക്ക് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ ആമ്പിളാരായിട്ട് വഴക്ക് പിടിക്കും. ഞാൻ ഒരു ബുക്കിൽ തന്നെ 7 സബ്ജക്ട് എഴുതുമായിരുന്നു. എനിക്കൊന്ന് 10ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സോഷ്യലിന്റെ ടീച്ചർ പിടിച്ചു. ഞാൻ ബാക്കിൽ ഇങ്ങനെ എഴുതുന്ന പോലെ ഇങ്ങനെ ചുമ്മാ ആശം കാണിച്ചു, പക്ഷെ ഞാൻ എഴുതുന്നില്ല. അപ്പൊ ടീച്ചർ ശ്രദ്ധിക്കുന്നത് മനസ്സിലായപ്പോ ഞാൻ ഭയങ്കര ഓവറായിട്ട് എഴുതുന്ന പോലെ കാണിച്ചു. എല്ലാവരും എന്നെ പിടിക്കത്തില്ലായിരുന്നു. അപ്പൊ ടീച്ചർ വന്നപ്പോ എന്റെ തൊട്ട് താഴെ ഇംഗ്ലീഷിന്റെ എന്തോ, അതിന്റെ മേളിൽ ഹിന്ദിയുടെ, അതിന്റെ തൊട്ട് മേളിൽ ഞാൻ സോഷ്യലേക്ക് ഒറ്റ ബുക്കേ എനിക്കുള്ളൂ. അങ്ങനെ പിടിച്ചു. ഈ ഒറ്റ ബുക്കിലാ നോട്ട്സ് എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ഒരു ബുക്കിൽ തന്നെ എല്ലാ നോട്ട്സും കാര്യങ്ങളും ഒക്കെ. ഞാനങ്ങ് ഇന്നായിരുന്നു +1 സമയത്തായിരുന്നു, ഒരു ബുക്കിൽ തന്നെ. അവസാനം ഞങ്ങളെ ബയോളജി ടീച്ചർ സൗദി എന്ന് പറഞ്ഞൊരു ടീച്ചർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മോനെ ബയോളജിക്ക് എന്തായാലും ഒരു ബുക്കല്ല. ഞാൻ മാത്രമല്ല, വിവേക് എന്ന് പറഞ്ഞൊരുത്തിനും കൂടെ ഉണ്ടായിരുന്നു. ബയോളജിക്ക് മക്കൾക്ക് എന്തായാലും പ്രത്യേക ബുക്ക് വേണം. അപ്പോഴത്തേക്ക് എന്താ പറയുക, വിവേക് നോക്കാൻ ടീച്ചറെ, നോക്കാനൊന്നുമല്ല, നീയൊക്കെ വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആ ടീച്ചറിനോട് എല്ലാവർക്കും നല്ല റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് വേണ്ടി പിന്നെ പ്രത്യേക ഒരു ബുക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി എങ്ങ് പോകുമായിരുന്നു. +1 കാര്യമാണ് കേട്ടോ പറയുന്നത്. പിടിച്ചിട്ട് ടീച്ചറോട് വെടി നിർത്തി. അങ്ങനെ ചേച്ചി കണ്ടു, അതും സീനായി. പിന്നെ ഞാൻ ചോറ് കൊണ്ടുപോകത്തില്ല. എന്റെ പപ്പയ്ക്ക് റെസ്റ്റോറന്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ചോറ് കൊണ്ടുപോകത്തില്ല. അവിടെ പിള്ളേരുടെ ഒരു പാത്രം വാങ്ങിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കും. എല്ലാവരുടെയും കറി ഇങ്ങനെ. സീരിയസ്ലി പേരൻസ് ഒക്കെ കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇല്ലില്ല, എന്നെ അറിയുന്ന പേരൻസ് എല്ലാം എക്സ്ട്രാ ഫുഡ് എല്ലാവർക്കും കൊടുക്കും. ഇതൊക്കെ 10ലെ മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാലോ, പണ്ടത്തെ ഒരു എക്സാമ്പിൾ, വാഴ മൂവി നിങ്ങൾ കണ്ടേണോ? വാഴ, ആ ഒരു മൂവിക്കകത്ത് നമ്മുടെ ഒക്കെ ഈ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ഒക്കെ ലൈഫാണ് കൂടുതലും അതിനകത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതലും. പക്ഷേ അന്നത്തെ കാലത്തെ പഠിപ്പികൾ, എൻ്റെ ഒക്കെ കൂടെ പഠിച്ച പഠിപ്പികളുടെ ഒക്കെ സ്റ്റാറ്റസ് അതായിരുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഇടുമ്പോൾ ഞാനിരുന്ന് അങ്ങ് ചിരിക്കുക. എൻ്റെ പൊന്നോ, പണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ക്ലാസ്സിൽ ഇവർ ഇത് വെക്കും, ഡിബേറ്റ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പോയിന്റ് ഒക്കെ കൊടുക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി ഇവളുമാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ എതിർ പാർട്ടിയിലൊക്കെ നിൽക്കും, എതിർ ടീമിൽ ഞാൻ കാണും. ചിലപ്പോൾ ഇവളുമാർക്ക് ജയിക്കാൻ വേണ്ടി എന്നോടൊക്കെ ആയിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ പേടിക്കും, അപ്പോൾ അവർക്കൊരു പോയിന്റ് ആയില്ല. ആ ടീമുകളൊക്കെയാണ് ഇപ്പോൾ ഈ വാഴയുടെ ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അവരുടെ ഇത് ഓർമ്മ വരുന്നു, ബാക്ക് ബെഞ്ചസിൻ്റെ കുറിച്ചൊക്കെ ഇടുന്നു. അന്നൊക്കെ നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോൾ ടീച്ചർ ഡാനി ഇന്നിക്ക് എന്തിനാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നിച്ചു വരെ നിൽപ്പുണ്ട്. അന്നൊക്കെ പുച്ഛത്തോടെ നോക്കുന്ന ടീംസിൻ്റെയൊക്കെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒക്കെ കാണണം. അതാണ് എനിക്ക് കൂടുതലും ചിരി വരുന്നൊരു കാര്യം. ഓക്കെ നമ്മൾ വിഷയത്തിലോട്ട് തെന്നി മാറുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങളൊരു ഫണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാനിത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നിയില്ല. വലിയ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ചെറിയ കാര്യങ്ങളുണ്ട്, അത് ഞാൻ വെക്കാം. പിന്നെ ഷേപ്പ് കാണാന് ഇച്ചിരി ഉരുട്ടിട്ട് നീണ്ടിട്ടിരിക്കുന്നതാണ്. ഇതാണ് വിഷയം. ഓക്കെ, ചാച്ചാന്ന് വെച്ചാൽ അടി ഉരുണ്ടിട്ടും മേലോട്ട് നീണ്ടിട്ടും. പെപ്സി അല്ല. പെപ്സിയോ? എന്താ ചാച്ച ഇങ്ങനെ? താഴെ കത്തതാ. ഇവളെന്തിനാ കിടന്ന് ഇത്ര ചിരിക്കാൻ മാത്രം എന്താ? ആങ്കറിന്റെ ചിരി ഉണ്ടോ നിങ്ങള്? ഇവിടെ ഇത്ര ചിരിക്കാൻ മാത്രം എന്താ? കൊച്ചെന്താ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? ചാച്ച എന്ന് ഉപയോഗിക്കും, ഞാൻ എന്ന് ഉപയോഗിക്കത്തില്ല. ഞാൻ ഓടിച്ചിട്ട് കേട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഇപ്പഴാ കാണുന്നത്. ഇല്ല ചാച്ച എന്ന് ഉപയോഗിക്കും, ഞാനത് വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ.
താഴെ ഇച്ചിരി കത്തിട്ട് ഉരുട്ടിട്ട് മേലോട്ട് വരുമ്പോ നീണ്ടിട്ട് കളർ പറയാവോ, കളർ ഒരു ഇച്ചിരി ഗോൾഡ് കളർ പോലെ ഇരിക്കും. ചാച്ച അതാണെങ്കില് അതില്ലാതെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അതുകൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളു. ഐ മീൻ കീ എന്റെ ദൈവമേ ഇവളെ കൊണ്ട് അതില്ലാതെ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഇതൊരു പവറാണ്. ആ അതിനൊരു പവറുണ്ടോ അതിന്? അതില്ലാതെ സ്റ്റാർട്ടിങ് ഇല്ല. ചാച്ച ഇത്രയും പറഞ്ഞിട്ട് ചാച്ച താഴെ അത് നമുക്ക് ദിവസം എവിടെയെങ്കിലൊക്കെ പോകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ചാച്ച താഴെ ഉരുണ്ടിട്ട് മേലെ നീണ്ടിട്ട് താഴെ ഭാഗം തട്ടത്. ഇനി ചാച്ചന്റെ കണക്കായിട്ടുള്ളത് അയ്യോ നമ്മളിങ്ങനെ നീയത് വെച്ചെന്തോ ചെയ്തായിരുന്നു. ഇത് വേറെ എന്തോ ഈ അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. 2 വെള്ളം വെച്ച് ചെയ്യുവോ? അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന മീൻ വെട്ടാനൊക്കെ കത്രിക യൂസ് ചെയ്യാലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവളെത്തോ ഇവരെക്കാളാണോ വിളിച്ചു പറയാൻ പോകുന്നത്? എന്നുവെച്ചാൽ ഒരു കയ്യില് തന്നെ ഒരു സംഭവം ഉപയോഗിക്കുന്നയാ. പിന്നെ കൈ പറയാണോ? അല്ല, അങ്ങനത്തെ ഉപയോഗിക്കുന്ന വേറൊരു സാധനം. കയ്യോടെ കൂടെ തന്നെ 2 കൈ വെച്ച് സ്ക്വീസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനത്തെ അതെന്തോ പിന്നെ സ്ക്വീസർ അരിപ്പ അല്ല, ഇത് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന പിന്നെ എന്തോ തേക്കാ അമ്മ ഉപയോഗിക്കുന്ന സാധനമാണ്. അമ്മ മാത്രം ഷാർപ്പായിട്ടുള്ള അയ്യോ അതിന്റെ ചാച്ചൻ എന്തൊക്കെയാ പറയാ? 2 വിരൽ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഷേപ്പ് കാണാൻ പൊന്നേ ചെറിയ ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ, ഒരു ഫണ്ണായിട്ട് എടുത്താൽ മാത്രം മതി. നല്ല രസമായിരുന്നു. ഇവരുടെ കാര്യം കാണുമ്പോൾ ഒരു പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോഴും ആ ചിരി അങ്ങോട്ട് എടുക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സംഭവമൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്. എന്റെ പൊന്നെ സോളേ.